ഹലോ, ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇത് കാണുന്നവർക്ക് പലർക്കും തോന്നും, ഓ ഇത് ഇത്ര വലിയ സംഭവമാണെന്നൊക്കെ. പക്ഷേ ഇത് ഇത്ര വലിയ സംഭവമാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. ആക്ച്വലി ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഒരു 2 വർഷമായി. പക്ഷേ ഇതുവരെ എനിക്ക് അറിയാത്ത സ്ഥലത്തേക്കൊന്നും ഒറ്റയ്ക്ക് പോയിട്ടൊന്നുമില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പി ജിയിലാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ഇവിടെ പോവാനും. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ പറയുക, സത്യം പറഞ്ഞത് വലിയ നടക്കേടാണ്. കാരണം ഞാൻ ഇവിടുന്ന് ഇതുവരെ ഒരു ഊബർ ഒന്നും ബുക്ക് ചെയ്തിട്ട് ഇതുവരെ പോയിട്ടില്ല. എനിക്കറിയാം എങ്ങനെ ചെയ്യണം എന്നൊക്കെ, പക്ഷേ ഞാനായിട്ട് സ്വയം ഇനിഷ്യേഷൻ എടുത്തിട്ടില്ല അതിനൊന്നും. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു എന്താ പറയുക ഒരു സാഹചര്യം ഉണ്ടായി. എൻ്റെ കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അയ്യോ ഞാൻ എങ്ങനെ പോവുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്താ പറയുക സ്വന്തം തന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്തു. ഞാൻ ആ സ്ഥലത്ത് പോയി. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, കാരണം നമുക്കറിയാത്ത സ്ഥലങ്ങൾ, അപ്പോൾ ഇതൊക്കെ പോയി അങ്ങ് എത്തുമോ, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി കയറുമ്പോഴൊക്കെ ഞാൻ അവരോട് ഡ്രൈവറിനോട് ഇങ്ങനെ 2-3 പ്രാവശ്യം പേരൊക്കെ ചോദിച്ച് എന്താ പറയുക കറക്റ്റ് ആളെന്നെയല്ലേ എന്നൊക്കെ കൺഫേം ചെയ്തതിന് ശേഷമാണ് കയറുകയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ അവിടെ എത്തി. അതിനുശേഷം എനിക്ക് അറിയാത്ത ആൾക്കാർ, ഞാൻ അവരോട് ഇൻട്രാക്ട് ചെയ്തു. ഞാൻ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു ഇന്നലെ. ആക്ച്വലി ഞാൻ ഇന്നലെ തൊട്ടേ എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന പാടെ തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടി, നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക എനിക്ക് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു ഡേ ഓഫ് റിയലൈസേഷൻ ആണ്. കാരണം നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന എന്താ പറയുക വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളായിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും എന്താ പറയുക നമ്മുടെ മൈൻഡാണ് എല്ലാത്തിനും ഇതാക്കുന്നത്. കാരണം എന്താ പറയുക ഇപ്പം എനിക്കവിടെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിയർ, നമുക്കുള്ളിലുള്ള ഒരു ഫിയർ ഉണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ. ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എൻ്റെ ഒരു ഏജിലുള്ള എല്ലാ പെൺകുട്ടികളും ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലത്ത് പോകുന്നവരായിരിക്കും. അവരെന്താ പറയുക ഒരു ഫിയർ ഉള്ളിലില്ലാത്തവരൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെപ്പോലത്തെ ചില ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നമ്മളൊന്ന് ചെയ്തു നോക്കുക. അപ്പം നമുക്കതിൻ്റെ ഒന്നും അല്ല നമുക്ക് തോന്നും. നമ്മുടെ ലൈഫിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക അയ്യോ എനിക്കിത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നിസ്സാരമായിരിക്കും. നമ്മളത് ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്കത് മനസ്സിലാവും. ഒരിക്കലും എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ളവരാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും അവരുടെ തെറ്റല്ല കേട്ടോ, നമ്മൾ തെറ്റാണോ എന്നും എനിക്കറിയില്ല. അപ്പം ചില സമയത്ത് നമുക്ക് ലൈഫിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വരും. എന്താ വെച്ചാൽ എല്ലാ സമയത്തും എല്ലാവർക്കും നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മളെ കാര്യങ്ങൾ നോക്കേണ്ട ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. ആ സമയത്ത് നമ്മൾ തന്നെ വേണം മുൻകൈ എടുക്കാൻ. അല്ലാണ്ട് എനിക്കത് പറ്റില്ല അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്വന്തം ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. അത് ഞാൻ എന്താ പറയുക എനിക്ക് മനസ്സിലായൊരു കാര്യം. അത് ഇപ്പം ഇന്നലെ തന്നെ ഞാൻ വഴിയൊക്കെ തെറ്റിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. കുറച്ച് സ്ഥലം. പക്ഷെ അതൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിക്കുക. ചോദിച്ച് എങ്ങനെയൊക്കെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് അത്ര തന്നെ. അപ്പം എന്നെപ്പോലുള്ളവരോട് മാത്രം എന്താ പറയുക ബി കോൺഫിഡൻറ്റ് ആൻഡ് ഓൾവേസ് ഹാപ്പി.